മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക്, സൈലത്തിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ മലയാളം പരീക്ഷ എഴുതാൻ പോവല്ലേ. മലയാളം ഫസ്റ്റിന്റെയാണ് നമ്മളുടെ ആദ്യത്തെ പരീക്ഷ. അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളിൽ ഒന്നാണ് മാനവികതയുടെ തീർത്ഥം എന്ന് പറയുന്ന പാഠഭാഗം. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് ചോദിക്കാൻ അല്ലെ, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ, പ്രധാനപ്പെട്ട ഒരു സാധ്യത ചോദ്യമാണ് എന്തെന്ന് പറയുന്നത് ടീച്ചർ ഇന്ന് ഈ വീഡിയോയില് മക്കളോട് പറയാൻ പോകുന്നു കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, എന്താണ് ഈ പാഠഭാഗം എന്ന് ആദ്യം നമുക്ക് അറിയണ്ടേ. നമുക്ക് നോക്കിയാലോ, എന്താണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് എന്നുള്ളത്. ഇതൊരു ആമുഖക്കുറിപ്പാണ് കേട്ടോ. ഏത് കൃതിയുടെ ആമുഖക്കുറിപ്പാണെന്ന് അറിയാമോ? പ്രളയാക്ഷരങ്ങൾ എന്ന് പറയുന്ന കൃതിയുടെ ആമുഖക്കുറിപ്പാണ് കേട്ടോ. ആരാ അത് എഴുതിയത്? കേരള സാഹിത്യ അല്ലെങ്കിൽ അക്കാദമിയുടെ അല്ലെ, സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വൈശാഖൻ എഴുതിയ കൃതിയാണിത് കേട്ടോ. അദ്ദേഹം എഴുതിയ ഏത് കൃതിയാണ്? പ്രളയാക്ഷരങ്ങൾ അല്ലെ. കേരള സാഹിത്യ അക്കാദമി പുറത്തിറങ്ങിയ പ്രളയാക്ഷരങ്ങൾ എന്ന് പറയുന്ന കൃതിയുടെ ആമുഖമായി വൈശാഖൻ എഴുതിയ കുറിപ്പാണ് നമ്മളുടെ പാഠഭാഗം. മനസ്സിലായോ? പ്രളയാക്ഷരങ്ങൾ. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തിനെ കുറിച്ചായിരിക്കും നമുക്ക് പഠിക്കാനുള്ളത്? പ്രളയത്തെ കുറിച്ച് അല്ലെ. പ്രളയത്തെ അതിജീവിച്ച് വന്നവരാണ് നമ്മളല്ലേ. 2018 നമ്മള് കേരളം കണ്ടിട്ടുള്ള സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ഒരു വിപത്തായിരുന്നു അല്ലെ. അപ്പൊ ആ പ്രളയത്തെ അതിജീവിച്ച മനുഷ്യരെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യ സ്നേഹത്തെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു കുറിപ്പിൽ അദ്ദേഹം പറയുന്നത്. ഇനി ആരാ വൈശാഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇദ്ദേഹമാണ് 1940 എറണാകുളം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് MK ഗോപിനാഥൻ നായർ എന്നാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണെന്ത്? വൈശാഖൻ എന്ന് പറയുന്നത്. അപ്പൊ 2018 എന്ന് പറയുന്ന സിനിമയൊക്കെ ചോമിനോ അഭിനയിച്ചിരിക്കുന്ന അല്ലെ, കുഞ്ചാക്കോ ബോബനൊക്കെ അഭിനയിച്ച ഈ സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. നിങ്ങളിൽ പലരും സിനിമ കണ്ടിട്ടും ഉണ്ടാവും. എന്നാൽ ഇത് സിനിമ മാത്രമല്ല അല്ലെ, ഈ അനുഭവിച്ച, അതായത് ഈ പ്രളയം നേരിട്ട് കണ്ട് അതിനെ അതിജീവിച്ച് കടന്നുപോയ ആളുകളും ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. പലരെയും എന്ത് ചെയ്തിട്ടുണ്ട്? ചിലരുടെ വീടുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ വിലപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് 2018 പ്രളയം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ചിലർക്ക് ഇത് അനുഭവിക്കാത്ത ആളുകൾക്ക് പത്രത്തിലും TV ചാനലുകളിലും ഒക്കെ ന്യൂസുകളായി മാത്രം കണ്ടിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത് സിനിമയുടെ കഥയോ അല്ലെങ്കിൽ ഒരു തിരക്കഥയോ വെറും ഒരു പാഠഭാഗം മാത്രമായിരിക്കാം. എന്നാൽ അങ്ങനെയല്ലെന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി കൂടി ആയിരിക്കണം അല്ലെ ഇത് നമ്മളുടെ പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പൊ അത്ര ഭീകരമായിട്ട് സമാനതകളില്ലാത്തൊരു ദുരന്തമായിരുന്നു എന്തെന്ന് പറയുന്നത് ഈ പ്രളയം അല്ലെ. അപ്പൊ ഈ പ്രളയം നമ്മളുടെ മുമ്പില് എന്താണ് കാഴ്ചവെക്കുന്നത്? അനേകം മനുഷ്യരിലെ ജാതിയും മതവും വർഗവും ബോധവും രാഷ്ട്രീയവും ഒന്നും ലിംഗവും ഭേദമൊക്കെ മറന്നുകൊണ്ട് മനുഷ്യരെല്ലാവരും ചേർന്ന് നിന്ന് സ്നേഹിച്ച അല്ലെ ആ ഒരു മാനവികതയെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അത് തന്നെയാണ് നമുക്ക് വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഈ ചിത്രങ്ങളെല്ലാം മക്കൾ കണ്ടിട്ടില്ലേ അല്ലെ? ഈ ചിത്രങ്ങളൊക്കെ നമ്മളെ കരളലിയിക്കുന്ന, വേദനിപ്പിക്കുന്ന ചിത്രങ്ങളായിരുന്നു അല്ലെ. അപ്പൊ ഇതേപോലെ അല്ലെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് നമ്മളുടെ പാഠഭാഗത്തിന് മാനവികതയുടെ തീർത്ഥം എന്ന പേര് നൽകിയത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അല്ലെ. ശീർഷകത്തിന്റെ ഔചിത്യം നമ്മളോട് ചോദിക്കാം അല്ലെ. അപ്പൊ തീർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലെ, തീർത്ഥം പുണ്യജലത്തെയാണ് നമ്മൾ തീർത്ഥം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ തീർത്ഥം നമ്മൾ പലപ്പോഴും അല്ലെ വെഞ്ചരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലെ അമ്പലത്തിലൊക്കെ പോയി കൊണ്ടുവരുന്ന വെള്ളമാണെങ്കിലും അതൊക്കെ കുടഞ്ഞ് നമ്മൾ ശുദ്ധിയാക്കാറുണ്ട് അല്ലെ. അപ്പൊ തീർത്ഥത്താൽ എല്ലാം എന്ത് ചെയ്യണു? ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് പലരും വിശ്വസിക്കുന്നത് അല്ലെ. അപ്പൊ അത്ര ഭീകരമായ ഒരു ദുരന്തം, സമാനതകളില്ലാത്ത ഒരു പ്രകൃതി ദുരന്തമാണ് എന്ത് ചെയ്തത്? കേരളം അതിജീവിച്ചിട്ടുള്ളത്. അത്ര ഭീകരമായ ഒരു ദുരന്തമായിരുന്നു ആ പ്രളയം. അപ്പൊ ഈ പ്രളയ സമയത്തും നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ, മനുഷ്യരെന്ത് ചെയ്തു? ഞാൻ ഇന്ന ജാതിയാണെന്നോ, നീ ഇന്ന കളറാണെന്നോ, അല്ലെങ്കിൽ ഇന്ന നാട്ടിലാണെന്നോ എന്നൊന്നും നോക്കാതെ അല്ലെ മനുഷ്യരെ പരസ്പരം ചേർത്ത് നിർത്താൻ വേണ്ടി ഓടി വന്നു. മനുഷ്യരെല്ലാവരും വന്നു. അത് ചിലപ്പോൾ പൈസയായിട്ടായിരിക്കാം, ചിലപ്പോൾ ഫിസിക്കലായിട്ടായിരിക്കാം എത്തിയത്. അവരെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പുകളൊക്കെ അവർ ചെയ്തു അല്ലെ. ഭക്ഷണമായിട്ടായിരിക്കാം, മരുന്നായിട്ടായിരിക്കാം, തന്നെ കൊണ്ട് കഴിയുന്ന എന്താണോ കഴിഞ്ഞിട്ടുള്ളത് അതെല്ലാമായി മനുഷ്യർ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ജാതി മത വർണ്ണ ഭേദമില്ലാതെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് ആ അവസ്ഥയെ നമ്മൾ എന്ത് ചെയ്തു? മറികടന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എല്ലാ നഷ്ടങ്ങൾക്കും അപ്പുറത്താണെന്ത്?
മനുഷ്യ മനസ്സിലുള്ള നന്മ എന്ന് നമ്മൾ ഒരിക്കൽ കൂടെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഒരു പ്രകൃതി ദുരന്തം വരുമ്പോഴോ ഒരു കഷ്ടപ്പാട് വരുമ്പോഴോ അല്ല അത് വേണ്ടത്, അത് എല്ലാ കാലത്തും അത് ഉണ്ടായിരിക്കണം അല്ലെ. ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഒരേ അവസ്ഥയിലായി പോയിട്ടുണ്ട് അല്ലെ. കൊട്ടാരത്തിൽ താമസിച്ചവനും കുടിലിൽ താമസിച്ചവനും ഒന്നിച്ച് എവിടെ താമസിച്ചിട്ടുണ്ട് അല്ലെ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു ബോധം അല്ലെ. ഈ ജലം അല്ലെ, പുണ്യജലം തീർത്ഥം തളിച്ച് ശുദ്ധമാക്കുന്നത് പോലെ മനുഷ്യ മനസ്സുകളിൽ ഈ ദുരന്തം എന്താണ്, തീർത്ഥം തളിക്കുകയായിരുന്നു അല്ലെ. അവരെല്ലാം ഒന്നാണ് എന്നുള്ള ഒരു ബോധം അല്ലെ, മാനവികതയുടെ തീർത്ഥമാണ് എന്ത് ചെയ്തത്, തളിക്കപ്പെട്ടത് എന്ന് വിശാലമായിട്ടുള്ള ഒരു ആശയത്തിലേക്ക് എന്ത് ചെയ്യാണ് ഈ പ്രളയത്തെ അല്ലെ, ഒരു ദുരന്തത്തെ എന്ത് ചെയ്യുന്നു, വായിക്കപ്പെടുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ സ്നേഹത്തെയും സഹോദരത്തെയും ഒക്കെ ശുദ്ധീകരിച്ചെടുക്കാൻ കഴിഞ്ഞ തീർത്ഥജല പ്രവാഹമായി എന്ത് മാറി എന്ന് പറയാണ്, ഈ പ്രളയജലം മാറി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതുപോലെ എന്തുപോലെ നമ്മളിപ്പോൾ പഠിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതാ ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ പാഠഭാഗങ്ങളും, ഈ പാഠഭാഗത്തിന്റെ എല്ലാം അല്ലെ ആശയവും അല്ലെ, ഇതിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാമായിട്ട് മക്കളെ 40 മാർക്കും വാങ്ങാൻ നിങ്ങളെ സെറ്റാക്കി എടുക്കാൻ ടീച്ചർ വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ മെഗാ മാരത്തോൺ ലൈവ് നമുക്ക് ഉഷാറാക്കണം. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം, മാക്സിമം അല്ലെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നല്ല ഫസ്റ്റ് പഠിക്കുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യണം, നമ്മുടെ ഈ ലൈവിന്റെ ലിങ്കുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈവിൽ നമുക്ക് സൂപ്പറായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. എല്ലാവരും സെറ്റല്ലേ, പാഠഭാഗം മനസ്സിലായില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് ഇനി ഏതൊക്കെ പാഠഭാഗങ്ങളാണ് ചെറിയ കുഞ്ഞു വീഡിയോകളായിട്ട് വേണ്ടത്, ലൈവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചർ അഡീഷണൽ ആയിട്ട് പറയേണ്ടത്, ഏതെങ്കിലും പാഠഭാഗങ്ങൾ ടീച്ചർ അല്ലെ സ്പെഷ്യലായിട്ട് മക്കൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ടോ, ഇതൊക്കെ മക്കൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം, ഉഷാറായിട്ട് പഠിക്കണം. ബൈ.